അങ്ങനെ BTSന്റെ 6 യൂറോപ്പ് വേൾഡ് ടൂറിനെ അവസാനം കുറിച്ചിരിക്കുകയാണ്. സ്റ്റേജ് ഡേ ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ നടന്ന ഡേ 2 കൺസേർട്ടിൽ 92,000 ആർമീസാണ് പങ്കെടുത്തത്. ഇതോടെ BTSന്റെ കരിയറിലെ മറ്റൊരു റെക്കോർഡ് കൂടി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇത് BTSന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന സിംഗിൾ ഷോ അറ്റൻഡൻസ് റെക്കോർഡ് കൂടിയാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ച ഈ വലിയ വേദിയെ ഒരു അത്ഭുതം എന്നാണ് RM വിശേഷിപ്പിച്ചത്. ടൂറിന്റെ അവസാന ഷോ ആയതിനാൽ തന്നെ തങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ആരാധകരെ പിരിഞ്ഞു പോകുന്നതിലുള്ള വിഷമം പങ്കുവച്ചുകൊണ്ട് ജങ്കൂക്ക് സ്റ്റേജിൽ പൊട്ടിക്കരഞ്ഞു. കൺസേർട്ടിനിടെ ജങ്കൂക്ക് കരയുന്നത് ഇതാദ്യമായിട്ടല്ല. എങ്കിലും തങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലായാലും ആർമിക്കായി ഉടൻ തന്നെ മടങ്ങിയെത്തുമെന്ന് ഓരോ മെമ്പേഴ്സും ഉറപ്പ് നൽകിക്കൊണ്ടാണ് BTS യൂറോപ്പിനോട് ബായ് പറഞ്ഞത്. കൺസേർട്ട് സ്റ്റേഡിയത്തിൽ നിന്നും യാത്ര പറഞ്ഞ BTS നേരെ പോയത് ഫിഫ വേൾഡ് കപ്പ് ഹാഫ് ടൈം ഷോയുടെ വേദിയിലേക്കാണ്. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ഹാഫ് ടൈം ഷോ സംഘടിപ്പിക്കുന്നത്. തുടക്കത്തിൽ 11 മിനിറ്റ് മാത്രമായി നിശ്ചയിച്ചിരുന്ന ഈ പെർഫോമൻസ് പിന്നീട് 30 മിനിറ്റോളമായി നീട്ടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. BTSന്റെ പെർമിഷൻ ടു ഡാൻസ് അവതരിപ്പിച്ചേക്കുമെന്ന റൂമേഴ്സ് നിലനിൽക്കെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് BTS തങ്ങളുടെ ഡൈനമൈറ്റ് സോങ് ആണ് ഇവിടെ അവതരിപ്പിച്ചത്. ഫൈനലിൽ ഏറ്റുമുട്ടിയ സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ജൂലൈ 20 ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 1:25-നും 1:45-നും ഇടയിലായിരുന്നു BTS സ്റ്റേജ് കൈയടക്കിയത്. ഷോ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ BTS മെമ്പേഴ്സ് സ്റ്റേഡിയത്തിൽ എത്തുകയും റിഹേഴ്സലുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. BTSന്റെ തനതായ കൊറിയോഗ്രാഫിയും ആ സമയം സ്റ്റേഡിയത്തിൽ ഒരുക്കിയ മറ്റ് സജ്ജീകരണങ്ങളും കൂടി ഒത്തുചേർന്നപ്പോൾ ആ കായികവേദി പെട്ടെന്നൊരു മ്യൂസിക് കൺസേർട്ടായി മാറുകയായിരുന്നു.